ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ട് കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ കുതിർത്തെടുക്കുക. ഇനി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം ഈ കുതിർത്ത വെള്ളത്തോട് കൂടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/2 കപ്പ് ചോറ് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക, കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉഴുന്നിൻ്റെ മാവിലോട്ട് ഇതുകൂടെ ചേർത്ത് നല്ലതുപോലെ കൈവച്ച് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ അടച്ച് രാത്രിയിൽ മാറ്റി വെക്കുക. ഞാൻ രാത്രി ഒരു 10:30ക്കാണ് അരച്ചിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിക്കാണ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സമയത്തിലോട്ട് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇഡ്ഡലി തട്ടിലോട്ട് എണ്ണ തടവിയിട്ട് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അതിനുശേഷം മാവ് കോരി ഒഴിച്ച് ഒരു 6 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? എൻ്റെ കയ്യിൽ ഇഡ്ഡലി കുക്കറൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഉരുണ്ട ഇഡ്ഡലിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.